പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലൂടൂത്ത് സ്പീക്കറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് റെഡിയാക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോട്ട് എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്റ്റോൺ 149 എന്ന് പറയുന്ന മോഡലാണിത്. പവർ ഓൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഓൺ ആകുന്നില്ല. ചാർജ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ചാർജിൽ ഇട്ട് ഓൺ ആക്കി കഴിയുമ്പോൾ ഇത് ഓൺ ആകുന്നുണ്ട്. ഇങ്ങനെയൊരു കംപ്ലൈൻ്റ് ആണ് ഇതിന് കാണിക്കുന്നത്. ഈ സ്പീക്കർ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയ്ക്കും നല്ല പെർഫെക്റ്റായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ അഴിക്കാനുള്ളൊരു സ്ക്രൂവോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ സ്പീക്കറിൻ്റെ നട്ട് ഈ സ്പീക്കറിൻ്റെ നെറ്റിൻ്റെ ഉള്ളിലായിട്ടാണുള്ളത്. അത് കാരണം നെറ്റ് നമ്മൾ ആദ്യം അഴിച്ചെടുക്കണം. ഇവിടെ നമുക്ക് 4 സ്ക്രൂ കാണാം. അത് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഭാഗം പതുക്കെ കണ്ട് തിക്കിയിട്ട് പുറകോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഊരിപ്പോരും. ബാറ്ററീൻ്റെ സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ ഊരിയെടുക്കുക. ഇതിൻ്റെ മെയിൻ ബോർഡ് മദർ ബോർഡും കൂടെ നമുക്ക് ഊരിയെടുക്കണം. ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുക. 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ വളരെ കുറവാണ്, 2 പോയിൻറ്റ് സംതിങ്ങേ വരുന്നുള്ളൂ. ബാറ്ററിയുടെ കണക്ഷൻസ് രണ്ടും അഴിക്കുക. പുതിയ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 3.7 to 4 വോൾട്ടിൻ്റെ അടുത്ത് ബാറ്ററിയിൽ ഫുൾ ചാർജ് ആണെങ്കിൽ ഉണ്ടാവും. എല്ലാ സെറ്റിലും തന്നെ വരുന്നത് ബാറ്ററിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയായിരിക്കും. ഒന്നുകിൽ ചാർജ് കയറാത്ത പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററിയിൽ ചാർജ് നിൽക്കാത്ത പ്രശ്നമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാറ്ററി പുതിയത് മാറ്റിയിടുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി തന്നെ വാങ്ങണം. കടയിൽ പോയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി തന്നെ ചോദിച്ച് വാങ്ങിയില്ലെങ്കിൽ ചാർജ് നിൽക്കില്ല. പുതിയ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. ഓക്കെയാണ്, ഓണാകുന്നുണ്ട്. പുതിയ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇൻസുലേഷൻ അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തമ്മിൽ ഷോർട്ടായി പോകും. പഴയ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല പവർ ബാറ്ററി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈം കിട്ടും. ഇത് 2-3 മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഒറ്റ ചാർജിങ്ങിൽ തന്നെ വർക്ക് ചെയ്യും. നേരെ നമ്മൾ അഴിച്ചതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇതിനി വർക്ക് ചെയ്യിപ്പിച്ചെന്ന് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് സൗണ്ടാണ് ഇതിൻ്റെ. Power on. You've plugged into Nirvana. Your device is ready to pair. You're now connected to Stone 149. ഈ വീഡിയോ കാണുന്നവർ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.